എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 ജൂൺ മാസം ചിങ്ങക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാവം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കർമ്മവ്യാഴം എന്ന ഒരു ദോഷം അനുഭവിച്ച രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ. കൂടത്തിൽ കണ്ടകശനി ഉണ്ടായിരുന്ന ആ ദോഷഫലങ്ങളെ ഒന്നുകൂടെ വർദ്ധിപ്പിച്ച് കാണും. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവർക്ക് തൊഴിൽ നഷ്ടം, തൊഴിലിൽ പെട്ടെന്നൊരു പ്രശ്നമുണ്ടാവുക, ആ പ്രശ്നം നമ്മൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ആകെ ബുദ്ധിമുട്ടിലാക്കുക, നമ്മൾ മാനസികമായിട്ട് തളരുക എന്നീ ഫലങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ട് അനിശ്ചിതത്വം, ഭയമൊക്കെ കഴിഞ്ഞ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ നിലനിൽക്കുക, ഒരു പക്ഷേ തൊഴിൽ ഉപേക്ഷിച്ച് പോരേണ്ട അവസ്ഥ, അല്ലെങ്കിൽ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ തൊഴിൽ ഇട്ടെറിഞ്ഞ് പോരുന്നൊരു അവസ്ഥകൾ പോലും സംജാതമാകുന്നൊരു സാഹചര്യം, ചിലപ്പോൾ തൊഴിലിൽ നിന്ന് ലോങ് ലീവ് എടുത്ത് നാട്ടിൽ നിന്ന് മാറി നിന്ന് ഒരു താൽക്കാലിക ജോലി ചെയ്യേണ്ട ഒരവസ്ഥ, അങ്ങനെ തൊഴിൽപരമായിട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ടുള്ള ഈ രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നു കാണും. കണ്ടകശനി കൂടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു രൂക്ഷത വന്നത്, അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമാകുമായിരുന്നില്ല. ഈ രാശിക്കാരിൽ ഒരു നല്ലൊരു ഭാഗം ആൾക്കാരും തൊഴിൽ നഷ്ടപ്പെട്ടവരോ ഒരു പുതിയ തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ ഈ സമീപകാലത്ത് തൊഴിൽ ലഭിച്ചവരോ ആയിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു നല്ല ജോലി പ്രതിസന്ധിയിലായിട്ട് താൽക്കാലികമായിട്ട് ഒരു നിലനിൽപ്പിനായി ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും ഇപ്പോൾ നിലവിലിരിക്കുന്ന സാഹചര്യം അങ്ങനെ ആയിരിക്കും. എന്നാൽ ഒരു നല്ല വാർത്തയുമായിട്ടാണ് ജൂൺ മാസം കടന്നു വരുന്നത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട്. നമുക്കത് എങ്ങനെയാണെന്നൊക്കെ, ഈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയാണെന്നും ഓരോ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇവർക്ക് എങ്ങനെയാണ് അനുഭവത്തിൽ വരുന്നതെന്നും എങ്ങനെയാണ് ആ മാറ്റം ഇവരിലേക്ക് വരുന്നതൊക്കെ വ്യക്തമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ മാസം ആരംഭിക്കുമ്പോൾ ശുക്രൻ മേടം രാശിയിൽ, സൂര്യൻ ഇടവം രാശിയിലാണ്. ഇടവം രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് സൂര്യൻ ഈ മാസം 15-ാം തീയതി സംക്രമിക്കുന്നു. അതുപോലെ തന്നെ ബുധൻ ഈ മാസം ഇടവം രാശിയിലുണ്ട്. ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് ബുധൻ സംക്രമിക്കുന്നത് ജൂൺ മാസം 6-ാം തീയതിയാണ്. അപ്പോൾ ഇടവമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ മിഥുനമാസത്തിൻ്റെ ആരംഭം മുതൽക്ക് മിഥുനം രാശിയിൽ 3 ഗ്രഹങ്ങളാണ്: സൂര്യൻ, ബുധൻ, വ്യാഴം. ചൊവ്വ നീചമായിട്ട് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു. ആ ചൊവ്വ ആ രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക്, ഇവരുടെ സ്വന്തം രാശിയിലേക്ക് ജൂൺ മാസം 7-ാം തീയതി ചൊവ്വ സംക്രമിക്കുന്നു. അപ്പോൾ ഇവരുടെ ജന്മരാശിയിൽ 2 പാപന്മാർ വരും, ഒന്ന് ചൊവ്വ, ഒന്ന് കേതു. പിന്നീട് കുംഭം രാശിയിൽ ഇവരുടെ 7-ാം രാശിയിൽ രാഹു, അഷ്ടമത്തിൽ ശനി. ഇതാണ് ഗ്രഹസ്ഥിതി. ഇതിനെ അടിസ്ഥാനമാക്കി നമുക്ക് എങ്ങനെയാണ് ഫലങ്ങളെന്ന് പരിശോധിക്കാം. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അനുഭവിക്കുന്ന ജോലി സമ്മർദ്ദവും അതോടൊപ്പം തന്നെ ശനിയുടെ ദോഷമൊക്കെ ആയിട്ട് ആരോഗ്യപരമായിട്ട് ഇവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ വർഷം ആദ്യ പകുതിയിൽ ഇവരുടെ ഭാരമൊക്കെ നന്നായി കുറഞ്ഞു കാണും. ഒരു പരിക്ഷീണമായ അവസ്ഥയിലെത്തി കാണാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും. എങ്കിലും ഒരു പരിധിവരെ അവരിപ്പോൾ റിക്കവർ ചെയ്തിട്ടുണ്ടാവും. അഥവാ റിക്കവർ ചെയ്തിട്ടില്ലെങ്കിൽ സൂര്യൻ്റെ 10-ലൂടെയും 11-ലൂടെയുമുള്ള സഞ്ചാരം ഈ മാസം ഇവർക്ക് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായും പൂർവ്വസ്ഥിതി, ഇവർക്ക് ആ കർമ്മവ്യാഴം തുടങ്ങുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നോ ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് ആകാനുള്ള ഏറ്റവും മികച്ചൊരു അവസരമാണിത് ഈ മാസം. ഭാഗ്യസ്ഥാനത്തെ ശുക്രൻ, ചന്ദ്രലഗ്നത്തിൻ്റെ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കാണും. കാരണം കണ്ടകശനി സമയത്ത് 7-ാം ഭാവത്തിൽ ശനി വരുമ്പോൾ ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ജീവിത പങ്കാളിയായിട്ടോ പ്രണയ പങ്കാളിയായിട്ടോ ചിങ്ങം രാശിക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ച് ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കുന്നതിന് ഭാഗ്യസ്ഥാനത്തെ ശുക്രൻ ഇവരെ സഹായിക്കും. ലാഭസ്ഥാനത്ത് 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഇവരുടെ ക്യാഷ് ഫ്ലോ വർദ്ധിപ്പിക്കും. പല മാർഗങ്ങളിൽ നിന്ന് ധനം വരുന്നത് മനസ്സിലാക്കാം. ഈ മാസം ഒരേ ഒരു പ്രതികൂലത ഇവർക്ക് ഈ മാസമുള്ളത് ജന്മരാശിയിലേക്ക് ചൊവ്വ വരുന്നു എന്നുള്ളതാണ്. ജൂൺ മാസം 7-ാം തീയതിയാണ് ചിങ്ങം രാശിയിലേക്ക് ചൊവ്വ വരുന്നത്. ഏതൊരു പാപഗ്രഹവും ജന്മരാശിയിൽ വന്നാൽ നമുക്ക് വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ടാകും. ഇപ്പോൾ ജന്മശനി കാലം, ജന്മരാശിയിലേക്ക് ശനി വരുന്ന കാലം, ജന്മവ്യാഴം, ജന്മരാശിയിലേക്ക് വ്യാഴം വരെ, ശുഭന്മാരായാലും മോശം ഫലം തന്നെയാണ്. അതുപോലെ തന്നെ ജന്മരാശിയിൽ സൂര്യൻ വരുന്ന കാലം, അതുപോലെ തന്നെ ജന്മരാശിയിൽ ചൊവ്വ വരുന്നത്, കേതു വരുന്നതൊക്കെ ഒരു അല്പം ബുദ്ധിമുട്ടേറിയ ഘട്ടം തന്നെയാണ്. ഏറ്റവും പ്രത്യേകിച്ച് ചൊവ്വ വരുമ്പോഴാണ് നമുക്ക് ഒരുതരം ടെൻഷനും ഒരു പേടിയും ഒക്കെ എപ്പോഴും ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ മാസം ജൂൺ 7 മുതൽക്ക് ചൊവ്വ രാശിയിൽ വരുന്നതുകൊണ്ട് താൽക്കാലികമായി ഏകദേശം ഒരു 2 മാസക്കാലത്തേക്ക്
ഒരു ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ചെറിയ ആകാംക്ഷയും പേടിയൊക്കെ ഇങ്ങനെ വിട്ടുമാറാൻ നിൽക്കും. അതൊരു താൽക്കാലികമാണെന്നും മറ്റ് ഗ്രഹസ്ഥി കൊണ്ട് ഈ ദോഷം കാര്യമായിട്ടുണ്ടാവില്ലെന്നും മനസ്സിലാക്കുക. എന്ന് പറഞ്ഞതുപോലെ ഈ ചൊവ്വ എങ്ങനെയാണ് ഈ ടെൻഷൻ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇവർക്ക് കർമ്മം ചെയ്യാനുള്ള പ്രേരണ നൽകുക, വർക്ക് ചെയ്യാനൊരു ഒരു ഒരു ഉൾപ്രേരണ നൽകിക്കൊണ്ടിരിക്കും ഗ്രഹം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കൊരു ടെൻഷനും പേടിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ശരിക്കും ഒരു പ്രേരണ നൽകുന്നതാണ് ആ ഗ്രഹം, പക്ഷേ അവർക്ക് ഒരു പേടിയായിട്ടും ടെൻഷനായിട്ടാണ് അനുഭവത്തിൽ വരുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ചില പ്രതികൂല ഫലങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വ്യാഴം ഇവരുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് കാര്യമായിട്ടുള്ള ദോഷഫലങ്ങൾക്ക് സാധ്യതയില്ല. 7ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഇവരുടെ കളത്രസ്ഥാനമാണ്. ആ രാഹുവിനെ ഇവരുടെ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം വീക്ഷിക്കുന്നതുകൊണ്ടിട്ട് ജീവിത പങ്കാളിയുമായോ പ്രണയ പങ്കാളിയുമായോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിന് തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ ശുക്രൻ്റെ ഭാഗ്യത്തിലെ സ്ഥിതിയും രാഹുവിൻ്റെ 7ലെ സ്ഥിതി വ്യാഴവീക്ഷണത്തോടുകൂടി നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് അവരുടെ പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ച് രമ്യതയിലാവാൻ ഏറ്റവും പറ്റിയ ഒരു മാസമാണ് ജൂൺ മാസം. ജന്മരാശിയിലെ കേതുവിന് ഹേതു വേണ്ടെന്ന് പറഞ്ഞ പോലെ ജന്മരാശി നിൽക്കുന്ന കേതുവിടെ മനസ്സിന് എപ്പോഴും ഇങ്ങനെ ചാഞ്ചാട്ടം വന്നുകൊണ്ടിരിക്കും. മനസ്സൊരിടത്ത് ഉറച്ചു നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്കിൽ പോലും ആ കേതുവിനൊരു ഗുണം എന്ന് വെച്ചാൽ ആത്മീയ കാര്യങ്ങൾക്ക്, കേതു മോക്ഷകാരകനാണ്, ആത്മീയ കാര്യങ്ങളിലോട് താല്പര്യം ഉണ്ടാവുക, ജ്യോതിഷം, റേക്കി മുതലായിട്ടുള്ള ഹീലിംഗ് ടെക്നിക്കുകളിലൊക്കെ ഒരു താല്പര്യം ഉണ്ടായി വരുന്നൊരു സമയമാണ്. അപ്പോൾ അതൊക്കെ പഠിക്കാനും അതിനെപ്പറ്റിയൊക്കെ അറിയാനും ഉള്ള താല്പര്യമുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി അറിയാനും പഠിക്കാനും ഒക്കെ കഴിയും. അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് വഴി നമുക്കൊരു ആത്മസംതൃപ്തിയും ലഭിക്കും ഈ ഒരു സ്ഥിതി കൊണ്ടിട്ട്. അഷ്ടമത്തിലെ ശനിയുടെ പ്രതികൂല ഫലങ്ങൾ ഈ മാസം ഉണ്ടെങ്കിൽ കൂടി ചിങ്ങൻ രാശിക്കാർക്ക് മികച്ച പുരോഗതി ഇവർക്ക് കൈവരിക്കാൻ വേണ്ടി ഈ മാസം കഴിയും. ജോലിഭാരം കൂടുന്നു. ശനിയുടെ ഒരു ഫലം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ജോലിഭാരം കൂടും ഇവർക്ക്. അതുപോലെ തന്നെ ഈ രാശിക്കാർക്ക് ആരൊക്കെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ ഇവർ വ്യാഴത്തിൻ്റെ മാറ്റത്തോടുകൂടി ഏകദേശം ഏപ്രിൽ പകുതി മുതൽക്ക് തന്നെ ഈ രാശിയിൽപ്പെട്ട പലർക്കും ജോലി സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിക്കുകയോ ഒരു ഉറപ്പ് ലഭിക്കുകയോ ജോലി കിട്ടി ജോലിയിൽ പ്രവേശിക്കുകയോ ചെയ്ത് കാണും. ആർക്കെങ്കിലും ജോലിയിൽ പ്രവേശിക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള താമസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മാസം അനുകൂലമായിട്ടൊരു അറിയിപ്പ് ലഭിക്കുന്നതായിരിക്കും. വ്യാഴവും ശനിയും, വ്യാഴം മെയ് മാസം 14 രാശി മാറി, അതുപോലെ ശനി മാർച്ച് 29 മാറി. ഈ മാർച്ച് 29 മാറി ശനിയുടെ ഫലങ്ങൾ ജൂൺ മാസം മുതൽക്ക് അനുഭവത്തിൽ വരുന്നത്, അല്പം വൈകിയാണ് വരുന്നത്. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഫലങ്ങളും പൂർണ്ണമായിട്ട് വരുന്ന ഈ മാസം തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ജോലിക്കുള്ള അറിയിപ്പ് ലഭിക്കും. അത് മികച്ച ഒരു സാലറി പാക്കേജോടുകൂടി നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത ഒരു ജോലി തന്നെയായിരിക്കും. ജോലി ഭാരം ഉണ്ടാകുമെങ്കിൽ കൂടി അതിന് തക്ക പ്രതിഫലവും പാരിതോഷികങ്ങളും അംഗീകാരമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്കിൽ പോലും ഇത് ഒക്കെ ചാരഫലങ്ങളാണ്, നക്ഷത്രഫലങ്ങളാണ്. ഈ ഫലങ്ങൾ നമ്മുടെ ജാതകത്തിൽ ഏതെങ്കിലും മോശം ദശാപഹാരങ്ങൾ നടക്കുക, ദശാസന്ധി പോലെയുള്ള ഘട്ടങ്ങൾ നടക്കുന്ന സമയം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ഫലങ്ങൾ പൂർണ്ണമായ അനുഭവത്തിൽ വരണമെന്നില്ല. അവരവരുടെ ജാതക പരിശോധന നടത്തി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്താൽ മാത്രമേ ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരുമുള്ളൂ എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ മാസം ജോലി ഭാരം കൂടുമെങ്കിൽ കൂടി അതിന് തക്ക പ്രതിഫലവും പാരിതോഷികവും ലഭിക്കും, കുടുംബ സൗഖ്യവും അനുഭവിക്കും. അപ്പോൾ നമുക്കൊരു മാനസികമായിട്ട് സന്തോഷം പൊതുവിൽ വർദ്ധിക്കുന്നൊരു മാസം തന്നെയാണ്. വ്യാഴം 11ാം ഭാവത്ത് നിൽക്കുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ആരോഗ്യം നന്നായിട്ട് പുരോഗമിക്കുകയും ചെയ്യും. നേരത്തെ ഇതിൻ്റെ ആരോഗ്യപരമായ അരിഷ്ടകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി നമുക്ക് അനുകൂലമായിട്ടൊരു ആരോഗ്യസ്ഥിതി വരും. എങ്കിലും ആഗ്നേയഗ്രഹമായ ചൊവ്വ ഇവരുടെ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ഉഷ്ണസംബന്ധിയായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 11 ലാഭസ്ഥാനത്ത് നിരവധി ഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ടിട്ട് ഈ മാസം പകുതി കഴിഞ്ഞ് ബുധൻ, സൂര്യൻ, വ്യാഴമൊക്കെ ലാഭസ്ഥാനത്ത് വരുന്നതുകൊണ്ട് ഇവർക്കൊരു പോസിറ്റീവ് എനർജി എല്ലാ രംഗത്തും പൊതുവിലുണ്ടാവും. കഴിഞ്ഞ ഒരു വർഷം കണ്ടകശനി സമയത്ത് പങ്കാളിയുമായിട്ട് പിരിയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടിച്ചേരുവാൻ ഈ മാസം മുതൽക്ക് ഒരു നല്ല അവസരമാണ്. പ്രത്യേകിച്ച് ഈ ജൂൺ മാസം അവർക്കൊന്ന് കൂടിച്ചേരുവാനുള്ള ഒരു അവസരമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമുള്ളവർ അതിനുള്ള സംസാരവും മധ്യസ്ഥയൊക്കെ ആരംഭിക്കാവുന്നതാണ്. അവരവരുടെയോ കുട്ടികളുടെയോ വിവാഹാദി മംഗളകർമ്മങ്ങൾ ഉറപ്പിക്കുകയോ നടത്തുകയോ ചെയ്യുന്നതിന് ഈ മാസം വളരെ അനുകൂലമാണ്. എന്ന് മാത്രമല്ല മറ്റെല്ലാ മംഗളകർമ്മങ്ങൾക്കും ഈ മാസം വളരെ അനുകൂലമായിട്ട് കാണുന്നു. പൊതുവിൽ ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും വ്യക്തിപരമായിട്ടും തൊഴിലിലുമൊക്കെ ഒരു പോസിറ്റീവായ മാറ്റം ദൃശ്യമാവും. ചൊവ്വയുടെ സ്ഥിതിയോട് താൽക്കാലികമായ ഒരു ടെൻഷൻ ഉണ്ടാകുമെന്ന് മാത്രമേ, ഒരു ന്യൂനത മാത്രമേ ഈ മാസം ചിങ്ങം രാശിക്കാർക്കുള്ളൂ.
പൊതുവിലൊരു ഈ മാസം പുരോഗമിക്കും തോറും നിങ്ങൾ സന്തുഷ്ടരായി മാറിക്കൊണ്ടിരിക്കുന്നതും പ്രശ്നങ്ങൾ ഒന്നായിട്ട് അവസാനിക്കുന്നതും നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവിലുള്ളൊരു ചിങ്ങം രാശിക്കാരുടെ ഫലം. ഇതിൻ്റെ പരിഹാരാർത്ഥം അഷ്ടമശനി ദോഷത്തിൻ്റെ പരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, ഹനുമൽ പ്രീതി എന്നിവ വരുത്തുക. ഇവർ ഏതെങ്കിലും ഒരെണ്ണം വരുത്തിയാൽ മതി, മാറി മാറി ചെയ്യാവുന്നതാണ്. ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക്, എള്ള് പായസം, നെള്ളുകിഴി എന്നിവ സമർപ്പിക്കാവുന്നതാണ് ശനിയാഴ്ചകൾ. അതുപോലെ തന്നെ ശിവന് പിൻവിളക്ക്, ധാര, കൂളമാല എന്നിവ ശനിയാഴ്ചകൾ സമർപ്പിക്കുക. ഹനുമാൻ ചാലിസ ജപിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുക. ഹനുമാന് ശനിയാഴ്ചകളിൽ വെറ്റിലമാല, വടമാല, കുങ്കുമാർച്ചന തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ്. ഇത്രയൊക്കെ ചെയ്യുന്നത് വഴി ദോഷഫലങ്ങളെ കുറയുകയും സദ്ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രശാന്തി അസ്ട്രോ റിസർച്ച് വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങളൊന്ന് കയറി വെബ്സൈറ്റ് നോക്കുക. പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനലിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ അറിയിക്കാനുള്ള സൗകര്യം ആ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ചിങ്ങം രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഒരു അഭിവൃദ്ധി നിറഞ്ഞൊരു കാലത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് ഈശ്വരൻ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകട്ടെ എന്നും നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ശ്രേയസ്സും സൗഭാഗ്യവും ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.